മുത്തുക്കോയ തങ്ങൾ വിഭാഗം എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ മുക്കം ഫൈസി പറഞ്ഞതല്ല, ജിഫ്രി മുത്തുക്കോയ തങ്ങളൊന്നും അങ്ങനെ ഒരു പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. നേരത്തെ വന്ന കാര്യങ്ങളിൽ അദ്ദേഹം വേറൊരു വാർത്താക്കുറിപ്പ് ഇറക്കല്ലേ ചെയ്തത്. അല്ല, അതൊക്കെ നിങ്ങൾക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും പറയാം. മുത്തുക്കോയ തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, മുത്തുക്കോയ തങ്ങൾ ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോടൊപ്പം എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ വളച്ചൊടിക്കുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന സാമൂഹ്യ ബോധമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, മതേതര സ്വഭാവമുള്ള മുസ്ലിം സമുദായം അത് ഒന്നടങ്കം ഇടതുപക്ഷമാണ് ഈ വിഷയത്തിൽ ശരിയെന്ന തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സമസ്ത ഔദ്യോഗികമായിട്ടൊരു പത്രക്കുറിപ്പ് ഇറക്കിയത് ജിഫ്രി തങ്ങളും ആൽക്കട്ട് മുസ്ലിയാരും കോഴിയോട് ഉമർ മുസ്ലിയാരും അടക്കമുള്ള ആ കുറിപ്പിൽ പറയുന്നത് മുസ്ലിം ലീഗുമായി സമസ്തയ്ക്ക് ഒരു പ്രത്യേക ബന്ധമുണ്ട്, അതിന് തകരാറുണ്ടാക്കുന്ന പ്രചരണങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രസ് കുറിപ്പിന്റെ ആവശ്യം എന്താണ്? അല്ല, അതിൽ കൃത്യമായി അതിനോടൊപ്പം എന്താ പറയുന്നത്, സമസ്തയെ സംബന്ധിച്ച് നമ്മളുടെ രാഷ്ട്രീയ നിലപാട്, സമസ്തക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ഒരു ബന്ധമില്ല. അത് പ്രത്യേകിച്ച് ഓരോ പ്രവർത്തകനും രാഷ്ട്രീയമായിട്ട് അവന് സ്വതന്ത്ര തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ സമസ്തയിലുണ്ട്. അതുകൊണ്ട് ഇതൊരു വിഴുപ്പലക്കലിൽ പോകേണ്ട അദ്ദേഹം സ്വാഭാവികമായും ആ ഒരു സ്ഥാനത്തിരിക്കും. പക്ഷേ ഈ ഇരിക്കുന്ന നിങ്ങൾക്കും എന്നെ കേൾക്കുന്ന ജനങ്ങൾക്കും ഈ പറയുന്ന മനുഷ്യർക്കും ഒക്കെ അറിയാം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മനസ്സെവിടെയാണ്, സമസ്തയുടെ മനസ്സെവിടെയാണ്, എന്താണ് ഈ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ അതിന് ഇടതുപക്ഷത്തിനെ സാധിക്കൂ ഇവരെ നേരിടാൻ, ഫാസിസ്റ്റുകളെ എന്ന ചിത്രം വളരെ ക്ലിയർ ആണല്ലോ. അല്ല, അത് നിങ്ങൾക്ക് ഈ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് കാണാം തർക്കം ഉണ്ടായിരുന്നോ, മുത്തുക്കോയ തങ്ങളുടെ മനസ്സെവിടെയായിരുന്നു, APA ബക്കർ മുസ്ലിയാരുടെ മനസ്സെവിടെയായിരുന്നു, മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സെവിടെയായിരുന്നു, ക്രൈസ്തവ സമുദായത്തിൻ്റെ മനസ്സെവിടെയായിരുന്നു എന്നും ഈ നാട്ടിലെ മതേതര വിശ്വാസം അവരോടൊപ്പം എന്ന് അവർ കരുതുന്ന വലിയൊരു വിഭാഗം, കോൺഗ്രസ് ആയാലും ശരി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളായാലും ശരി, കേരളത്തിൽ ഇന്നുള്ള ഈ സമാധാന അന്തരീക്ഷം, ഒരു മണിപ്പൂർ കേരളത്തിലേക്ക് കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ ആളുകളും ശക്തമായ നിലപാടുള്ള ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഈ ഭൂമിയിലൂടെ നടക്കുന്ന ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നത്. പൊന്നാനി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ വഴി ടീം സമസ്ത പൊന്നാനി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ അത് ആരാണ്, എന്താണ് എന്നൊന്നും വ്യക്തതയില്ല. ഒരു വാർത്താ സമ്മേളനം നടത്തുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതേ പേരിൽ തന്നെ ഇന്ന് ഈ ഹംസയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു, ഹംസ സമസ്തയെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും നിങ്ങൾ ആരും ബേജാറാവണ്ട. അങ്ങനെ പല ന്യൂസുകളും പല വാർത്തകളും ഉണ്ടാകും. മനുഷ്യർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനുഷ്യരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിഭാഗത്തിലെ പണ്ഡിതന്മാരും മൗലവിമാരും മതവുമായി ബന്ധപ്പെട്ട്, അതായത് മുസ്ലിം ലീഗിനേക്കാളും ഇസ്ലാം മതത്തെ സ്നേഹിക്കുന്ന, ഇസ്ലാം മതം ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, മുസ്ലിങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും, ഈ നാട്ടിലെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എങ്ങനെയാണോ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നത് അത് കൂടുതൽ സൗഹാർദ്ദത്തിൽ നിലനിൽക്കണമെങ്കിൽ ശക്തമായ ഒരു ഭരണകൂടം ഇവിടെ ആവശ്യമാണ്. RSSന്റെ കടന്നുകയറ്റം തടയണം എന്ന തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളതിൽ ബേജാറാവണ്ട. എന്താണ് സംഭവിക്കുക എന്ന് 4-ാം തീയതി കാണാം. ഒരു 18 സീറ്റിൽ കുറയാതെ കേരളത്തിലെ ജനം ഇടതുപക്ഷത്തോടൊപ്പം ഒരു തരംഗമായി നീങ്ങുകയാണ്. അത് നിങ്ങൾക്ക് കാണാം. 21-ലെ തെരഞ്ഞെടുപ്പിൽ 60 സീറ്റ് LDFന് കിട്ടില്ല എന്ന് പറഞ്ഞവരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകർ. 92-ൽ നിന്ന് 99-ലേക്ക് കേരളം പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ 20 സീറ്റിൽ 18 സീറ്റിൽ കുറയാത്ത സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും. അതിൽ ഒരു തർക്കവും ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കില്ല. ആയിരക്കണക്കിന് ആളുകളോട് ആ വിഷയം സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണുള്ളത്.